ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. യുദ്ധം ഒരിക്കലും ഒന്നിനൊരു ശാശ്വത പരിഹാരമല്ല. യുദ്ധത്തെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ജീവനുമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയാണ് നെതന്യാഹും അതിനു മുമ്പുള്ള ഇസ്രായേലിൻ്റെ ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികളും. ഏതാണ്ട് 48,000-ഓളം വരുന്ന പിഞ്ചു മക്കളെയാണ് പലസ്തീനിൽ ഈ നരാധമന്മാരായിട്ടുള്ള ഈ ചെറ്റകൾ ചുട്ടുകൊന്നത്. ഇതെല്ലാം കണ്ടിട്ടും നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം സംഘികളും കാസയും ഇപ്പം ഈ വലാണ്ട് ഇവിടെ കിടന്നുകൊണ്ടങ്ങ് കുരയ്ക്കുന്നുണ്ട്. ഇറാനിലും ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അവരെ ഓർത്തൊന്നും ഇവർക്ക് ആർക്കും ഒരു വേവലാതിയില്ല, ഒരു പ്രയാസവും. പക്ഷേ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്ക് വലിയ സങ്കടമാണ്. നമുക്ക് ലോകത്ത് എവിടെയാണെങ്കിലും മലയാളി ആയിക്കോട്ടെ, ഒരു ഇന്ത്യക്കാരനായിക്കോട്ടെ, ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ നമ്മളെല്ലാവരെയും ഒരേ കണ്ണുകൊണ്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ചില കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചില കൂതറകളുണ്ട്. അതിൽ നമ്പർ 1 ആയിട്ട് എടുത്തു പറയേണ്ടത് ഇസ്രയേലിൻ്റെ തെരുവോരങ്ങളിൽ ഓടി നടന്ന് പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാലപ്പടക്കം ആൻറ്റിയാണ്. ഇപ്പം ഈ ആൻറ്റി കുറേ ദിവസങ്ങളായിട്ട് ബങ്കറിനകത്തായിരുന്നു. അവിടുന്ന് പുറത്തിറങ്ങി വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തായിരുന്നു. അതായത് ഈ ഇസ്രയേലിലേക്ക് മറ്റു ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ഈച്ച പോലും ഇതിനകത്തോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ വേട്ടാവളിയെത്തിയ അമ്മായി പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ബോംബ് വീണു. അതുപോലെ തന്നെ ഐഫയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് ബോംബ് വീണ് ഏതാണ്ട് 80ഓളം പേർക്ക് പരിക്കുകൾ പറ്റി, കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് അവൾ തന്നെ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പം ഒരു ഈച്ച പോലും പറന്നു പോയാൽ അയക്കത്തക്ക സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ജൂതന്മാരുടെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കേട്ടാണ്ടല്ലോ, സത്യം പറയാം പെറ്റ തള്ള സഹിക്കൂല കേട്ടോ. കാരണം അമ്മാതിരി കീറാണ് ഇറാൻ ഇപ്പോൾ കീറിക്കൊണ്ടിരിക്കുന്നത്. കുറേ ട്രംപ് എന്ന് പറയുന്ന വേട്ടാവളിയൻ്റെ വാക്കും കേട്ട് ചാടി പുറപ്പെട്ട് 2 ദിവസം കൊണ്ട് ഞാനങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയുമെന്ന് വിചാരിച്ചിട്ട് 10-35 ദിവസമായി അവരുടെ ചില നേതാക്കന്മാരെ ഇറാനിൽ ജനിച്ചു വളർന്ന അവിടുത്തെ ചാരസംഘടനയിൽപ്പെട്ടിട്ട് ഒറ്റുകൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. അല്ലാതെ ആണുങ്ങളെപ്പോലെ നേരിട്ട് കളത്തിലിറങ്ങി കളിക്കാൻ ഈ പറയപ്പെടുന്ന ഒരുത്തനും ആംബിയറും ഇല്ല, നട്ടലും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാലുള്ളൂ എന്താണ് അതിനൊരു മറുപടി പറയേണ്ടത്. കാരണം സന്തോഷമാണോ സങ്കടമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുറേ കാലമായിട്ട് ഇവന്മാർ ചെയ്തുകൊണ്ടിരുന്ന നെറിവുകേടിനുള്ള ഒരു തിരിച്ചടിയായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. ചില വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരും ഇസ്രായേലിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു പുല്ലും നടക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇതൊന്ന് കേട്ടു നോക്കൂ. ഇസ്രായേലിലെ നഗരങ്ങളെ വിറപ്പിച്ച് ഇറാന്റെ മിസൈലുകൾ നേരിട്ട് പതിച്ചതോടെ കെട്ടിടങ്ങൾ കൂട്ടത്തോടെ തകർത്തു. അറാദിലും ഡിമോണിയനിൽ ഉൾപ്പെടെ ആക്രമണത്തിൽ 100-ലേറെ പരിക്ക്, 20-ലേറെ പേരുടെ നില ഗുരുതരം. അറാദിൽ ഇസ്രായേൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആക്രമണം നടന്നത് ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപമാണ്. ഇന്നലെ നെതാൻസിലെ ഇറാൻ ആണവ കേന്ദ്രത്തിലേക്കുള്ള ആക്രമണത്തിനുള്ള തിരിച്ചടിയെന്ന് ഇറാൻ. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകരുന്നതിൽ ലക്ഷണമാണ് കണ്ടതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞു. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ നേരിട്ട് പതിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അഫ്താബ്, ഈ വാർത്തയിൽ നിന്ന് ഇറാൻ പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണോ വിലയിരുത്താൻ? തീർച്ചയായും. കാരണം ഇന്നലെ രാത്രിയിലും ഡിമോണയിൽ സമാനമായ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ നടന്നു നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചതുമാണ്. മിസൈലുകൾ നേരിട്ട് പതിക്കുന്ന ദൃശ്യങ്ങൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ക്യാമറയിലും നേരിട്ട് തന്നെ പതിച്ചിട്ടുണ്ട്. അത് പതിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരിടത്ത് മാത്രമല്ല പലയിടത്തായി ഒരേ സമയം മിസൈലുകൾ പതിച്ചു. ഇതിൽ 2 സ്ഥലങ്ങൾ വളരെ തന്ത്രപ്രധാനമാണ്. ഒന്ന് ഡിമോണയിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെയാണ് ഇസ്രായേലിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗോ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നെതാൻസിലും ഒപ്പം തന്നെ തെഹ്റാനിലെ യൂണിവേഴ്സിറ്റിയിലുള്ള ആണവ കേന്ദ്രത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അതിനുള്ള തിരിച്ചടിയായിക്കൊണ്ടാണ് ഈ ആക്രമണം ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ നാശനഷ്ടങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്നത്. കാരണം 100-ലേറെ പേർക്ക് അറാദിൽ മാത്രം പരിക്കേറ്റിട്ടുണ്ട്. അവിടെ 30ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായ റിപ്പോർട്ടുകളുണ്ട്. അവിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിമോണയിലേക്ക് വരികയാണെങ്കിൽ ഡിമോണയിൽ 35ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ തന്നെ ചിലരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ ആരെങ്കിലും മരണപ്പെട്ടു എന്നുള്ള വിവരം ഇതുവരെ ഇസ്രായേൽ അറിയിച്ചിട്ടില്ല. കാരണം അവിടെ മാധ്യമ സെൻസർഷിപ്പ് അതീവ കർശനമായതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിൽ നിന്നും ലഭിക്കുക
നിലവിലെ സാഹചര്യത്തിൽ പ്രയാസമാണ്. പക്ഷേ എങ്കിൽ പോലും പലരുടെ നില ഗുരുതരമായി തുടരുന്ന ഒരു റിപ്പോർട്ടുകൾ ഇപ്പോഴും ഇസ്രായേലി മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം അതൊരു ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വലിയ തോതിലുള്ള ആഘാതം, നിരവധി കെട്ടിടങ്ങൾ ഒരേ സമയം തകർന്നതായുള്ള ദൃശ്യങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയ ശേഷം ഇത്രയധികം ആഘാതം, അത് നമ്മൾ ഓർക്കണം. ഈ 23 ദിന യുദ്ധം നീണ്ടു നിന്ന ശേഷമാണ് ഇറാൻ ഇത്രയധികം ആഘാതം ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റങ്ങൾ മറികടന്നുകൊണ്ട് അവിടേക്ക് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇത് കുവൈത്തിന് മുകളിലൂടെ, ഇറാഖിന് മുകളിലൂടെ, സിറിയക്ക് മുകളിലൂടെ, ജോർദാന് മുകളിലൂടെ കടന്നാണ് ഈ മിസൈലുകൾ എത്തുന്നത്. അവിടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം മറികടന്ന് ഇത്രയധികം ആഘാതം ഇറാൻ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത്, അത് പെട്ടെന്ന് തീരുമോ എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ഇന്നലെ രാത്രി നടന്നിരിക്കുന്ന ആക്രമണം. ആരതി അല്ല, ക്രിസംഗി അമ്മായിമാര് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ചില വാർത്തകൾ കൊടുക്കും. അത് പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഈ ചലം കക്കൂസ് ചാനല്, മറ്റേ ന്യൂസ് 80, പിന്നെ ഏഷ്യാനെറ്റ്, ഇങ്ങനെയുള്ള കുറെ ചാനലുകളുണ്ടല്ലോ. വീഡിയോ കോൾ വഴി അവിടുത്തെ വാർത്തകൾ കൊടുക്കാറുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ കാണുന്നുണ്ട്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ശക്തമായ ഈ ഒരു രാജ്യത്തെ മറ്റേത് രാജ്യങ്ങളുടെയും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ആരെന്ത് ചെയ്താലും അതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്ന സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ വേട്ടാവളിയന്റെ അയൺ ഡോം സംവിധാനങ്ങളെ കണ്ണുവെട്ടിച്ചുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ഇപ്പം ഈ ആണവ കേന്ദ്രത്തിന് സമീപം വരെ വന്നെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ ആലോചിച്ചോളുക. കളിച്ചത് തീക്കൊള്ളി കൊണ്ടാണ്. ഇത് അവസാനത്തെ കളിയാണ്. സത്യത്തിൽ ഇതിനകത്തെല്ലാം ബലിയാടായി പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ പറയിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി ജോലി ചെയ്യുന്ന കുറെ. എന്താണെങ്കിലും അത്ര ഈസി അല്ല ഈ യുദ്ധം എന്നുള്ളതാണ് ഇപ്പൊ ഈ വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേൾഡ് മാധ്യമങ്ങളടക്കം വളരെ വിശദമായ രീതിയിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഈ ലൊടക്ക് മാധ്യമങ്ങളിലൊന്നും നോക്കിയിട്ട് വാർത്ത വിശ്വസിക്കാൻ പോലും നമുക്ക് പറ്റില്ല. പക്ഷേ വേൾഡ് മാധ്യമങ്ങൾ, അൽ ജസീറ പോലുള്ള ചാനലുകൾ, BBC പോലുള്ള ചാനലുകളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അവർ വിലയിരുത്തുന്നുണ്ട്. ഇസ്രായേലിൽ വല്ലാത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അമ്മച്ചി നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. കാരണം ബങ്കറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാലല്ലേ ഇച്ചിരി ഒന്ന് 2-നും 1-നും ഒക്കെ പോകാൻ പറ്റത്തുള്ളൂ. മറ്റേതിനകത്ത് ഇരുന്നുകൊണ്ട് അമ്മച്ചിക്ക് ശ്വാസം മുട്ടലെടുക്കുന്നതാണ് അറിയുന്നത്. അമ്മായിയുടെ നെഞ്ചത്തടി നിലവിളിയും നമ്മൾ കേൾക്കുന്നുണ്ട്. നെതന്യാഹുമാവൻ എങ്ങോട്ട് മുങ്ങിയോ എവിടെയാണെന്ന് പോലും ഇപ്പോഴും ഒരു അറിവും കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിൽ വന്നിട്ട് ചില ഗീർവാണമൊക്കെ മുഴക്കിയിട്ട് പിന്നെ നേരെ പാതാളത്തിലോട്ടാണ് ആശാൻ പോയി ഒളിക്കുന്നത്. എന്താണെങ്കിലും ആ പാതാളവും തുരന്ന് അങ്ങ് അകത്തു പോയി ഇവനെ മുകളിലേക്ക് കൊണ്ടുവരും. കാരണം ഇത്രയധികം കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുത്ത ഈ നരാധമനായിട്ടുള്ള ഇവൻ അത്ര പെട്ടെന്നൊന്നും പോകൂല. ഇവനെ നമ്മൾ കാരണം ഇനി നമ്മൾ ഒരുപാട് കാണാൻ കിടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.